ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി ഇരിക്കുകയാണ്. ആ വിശേഷങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ബാൽട്ടലിൽ നിന്ന് ആദ്യ തീർത്ഥാടക സംഘം അമർനാഥിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 19 വരെയാണ് ഈ വർഷത്തെ തീർത്ഥാടനം. ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ഇത്തവണ തീർത്ഥാടനം നടക്കുക. ഗൗതം വീണ്ടും ചേരുകയാണ്. ഗൗതം, എന്തായാലും വലിയ പ്രത്യേകതകളുള്ള ദിവസം ഈ ഒരു വിഷയത്തിലേക്ക് കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ വർഷത്തെ അമർനാഥ് തീർത്ഥാടനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ അർദ്ധരാത്രിയിൽ പുതിയ ആദ്യ ബാച്ച് ഈ അമർനാഥ് ലക്ഷ്യമാക്കി ഈ ബേസ് ക്യാമ്പിൽ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈ തവണത്തെ ഈ അമർനാഥ് തീർത്ഥാടനത്തിന് വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നുണ്ട്. സാധാരണയായി അമർനാഥ് തീർത്ഥാടനത്തിന് സുരക്ഷ നൽകാറുണ്ട്. കാരണം 2000-ലൊക്കെ ഈ തീർത്ഥാടകർക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഭീകരാക്രമണത്തിൻ്റെ ഒരു ചരിത്രം അമർനാഥ് തീർത്ഥാടനത്തിന് ഉള്ളതാണ്. മുൻപ് പലതവണ തീർത്ഥാടകരെ ഈ കശ്മീരി തീവ്രവാദികൾ ലക്ഷ്യമിട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തവണ കൂടുതൽ സുരക്ഷ നൽകുവാനുള്ള കാരണം കഴിഞ്ഞ മാസം ജമ്മു കശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണമാണ്. പ്രത്യേകിച്ച് തീർത്ഥാടകർക്ക് നേരെ തന്നെ കട്രയിലെ ശിവക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 9 തീർത്ഥാടകർക്കാണ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അമർനാഥ് തീർത്ഥാടനത്തിന് ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് മുതൽ ഓഗസ്റ്റ് മാസം 19 വരെ നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ക്യാമ്പുകളൊക്കെ സന്ദർശിച്ചിരുന്നു. തീർത്ഥാടകർക്ക് എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനോജ് സിൻഹ ഇന്നലെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അനു.